ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകൾ. ജീവിതയാത്രയിൽ ഇടയ്ക്കെങ്കിലും രോഗം വന്നാൽ തളരുന്നവരാണ് നമ്മളിലേറെയും. രോഗം വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് നേരത്തെയുള്ള പരിശോധനകളിലൂടെ രോഗം അറിയുന്നതും തടയുന്നതുമാണ്. സാധാരണക്കാർക്ക് ഏറെ പ്രയോജനപ്പെടുകയാണ് ഇത്തരം രോഗനിർണയ ക്യാമ്പുകൾ. റിപ്പോർട്ട് കാണാം പ്രധാന വാർത്തകൾക്കു ശേഷം. പുതുക്കിയ വേതനം നിഷേധിക്കുന്നതിൽ പ്രതിഷേധിച്ച് അംഗൻവാടി ജീവനക്കാർ പ്രക്ഷോഭത്തിൽ. വർദ്ധിപ്പിച്ച വേതനം ലഭിക്കും വരെ ശക്തമായ സമരമെന്ന് STU സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് യു പോക്കർ. നാമനിർദ്ദേശ പത്രികാ സമർപ്പണം അവസാന ഘട്ടത്തിൽ. ജില്ലയിൽ ബാക്കിയുള്ളത് UDF സ്ഥാനാർത്ഥികൾ. പൈലറ്റ് നിയമനത്തിൽ കോടികളുടെ അഴിമതിയെന്ന് എയർപോർട്ട് യൂസേഴ്സ് ഫോറം. യാത്രാ സുരക്ഷിതത്വത്തെ ബാധിക്കുന്ന തരത്തിൽ ക്രമക്കേടുകൾ നടക്കുന്നുവെന്നും ആരോപണം. വിശദമായ വാർത്തകൾ. അംഗൻവാടി ജീവനക്കാരുടെ വർദ്ധിപ്പിച്ച ഓണറേറിയം നിഷേധിക്കുന്ന കോർപ്പറേഷൻ നടപടിക്കെതിരെ അംഗൻവാടി വർക്കേഴ്സ് യൂണിയൻ STU കോർപ്പറേഷനിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. STU സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് യു പോക്കർ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. വികേന്ദ്രീകൃത സംസ്ഥാനതല കോർഡിനേഷൻ കമ്മിറ്റിയുടെ ഭാഗമായി അംഗൻവാടി വർക്കർമാർക്ക് നൽകുന്ന വേതനം 6600 രൂപയിൽ നിന്നും 10,000 രൂപയായി വർദ്ധിപ്പിച്ചിരുന്നു. ഒപ്പം ഹെൽപ്പർമാരുടെ വേതനം 7,000 രൂപയായും വർദ്ധിപ്പിച്ചിരുന്നു. ഫെബ്രുവരി മാസത്തിലാണ് ഇത് നടപ്പിലായത്. എന്നാൽ നാളിതുവരെ ആയിട്ടും പുതുക്കിയ വേതനം തങ്ങൾക്ക് ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് കോർപ്പറേഷനിലേക്ക് അംഗൻവാടി വർക്കേഴ്സ് യൂണിയൻ STUവിന്റെ ആഭിമുഖ്യത്തിൽ മാർച്ച് സംഘടിപ്പിച്ചു. STU സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് യു പോക്കർ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. അംഗൻവാടി ജീവനക്കാരുടെ വർദ്ധിപ്പിച്ച ഓണറേറിയം ലഭിക്കും വരെ സമരമുറകൾ നടത്തുമെന്ന് അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. കേരളത്തിൽ അംഗൻവാടി ജീവനക്കാർക്ക് ചോദിക്കാനും പറയാനും ആളുണ്ട് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. അതനുസരിച്ച് തീരുമാനമെടുക്കാൻ ഇവിടെ രാഷ്ട്രീയ ചൂഷണത്തിന് വേണ്ടി ഈ തൊഴിൽ ജീവനക്കാരെ കാലാകാലങ്ങളിലായി ഉപയോഗിച്ച ആളുകൾ ഇപ്പോൾ അവരൊരു സമരത്തിനുമില്ല. അംഗൻവാടി വർക്കേഴ്സ് യൂണിയൻ STU ജില്ലാ പ്രസിഡന്റ് മൈമൂന, STU ജില്ലാ സെക്രട്ടറി ജാഫർ സക്കീർ, മുത്തുലക്ഷ്മി, കൗൺസിലർ നിർമ്മല, മിനി തുടങ്ങിയവരാണ് മാർച്ചിന് നേതൃത്വം വഹിച്ചത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള നാമനിർദ്ദേശ പത്രികാ സമർപ്പണം അവസാന ഘട്ടത്തിൽ. ബേപ്പൂർ മണ്ഡലം BJP സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് പ്രകാശ് ബാബു വരണാധികാരി MF അബ്ദുൾ ജവാദിന് മുൻപാകെയാണ് പത്രിക സമർപ്പിച്ചത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ പത്രിക സമർപ്പിക്കാനുള്ള തത്രപ്പാടിലാണ് സ്ഥാനാർത്ഥികൾ. സാങ്കേതിക നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതോടെ പ്രചരണ പരിപാടികൾ കൂടുതൽ ശക്തമാകും. ഇതിനായുള്ള മുന്നൊരുക്കം നടത്തുകയാണ് സ്ഥാനാർത്ഥികൾ. ബേപ്പൂർ മണ്ഡലം BJP സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് പ്രകാശ് ബാബു വ്യാഴാഴ്ചയാണ് അണികളോടൊപ്പം എത്തി പത്രിക സമർപ്പിച്ചത്. വരണാധികാരി MF അബ്ദുൾ ജവാദിന് മുൻപിലാണ് ഇദ്ദേഹം പത്രിക നൽകിയത്. BJP ജില്ലാ സെക്രട്ടറി C അമർനാഥ്, ബേപ്പൂർ മണ്ഡലം പ്രസിഡന്റ് A സിദ്ധാർത്ഥൻ, ജനറൽ സെക്രട്ടറി സ്മിജിത്ത്, നാരങ്ങയിൽ ശശിധരൻ, തെരഞ്ഞെടുപ്പ് കമ്മിറ്റി വൈസ് ചെയർമാൻ B മോഹനൻ മാസ്റ്റർ തുടങ്ങിയവരും ഇദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നു. കോഴിക്കോട് സൗത്ത് മണ്ഡലം സ്ഥാനാർത്ഥി സതീഷ് കുറ്റിയിലും വ്യാഴാഴ്ച നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. സെയിൽ ടാക്സ് ഓഫീസിലെത്തിയാണ് ഇദ്ദേഹം പത്രിക നൽകിയത്. ഇതോടെ ജില്ലയിലെ BJP സ്ഥാനാർത്ഥികൾ എല്ലാം തന്നെ പത്രികാ സമർപ്പണം പൂർത്തിയാക്കി. ബേപ്പൂർ നിയോജക മണ്ഡലം SDPI സ്ഥാനാർത്ഥി മുഹമ്മദ് മുസ്തഫ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. വരണാധികാരി MF അബ്ദുൾ ജാവേദിന് മുൻപാകെയാണ് ഇദ്ദേഹം പത്രിക നൽകിയത്. SDPI ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം VA മജീദ്, തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ സജീർ മാത്തോട്ടം, ഷാനവാസ്, മുഹമ്മദ് മാറാട്, സുൽഫീഖർ എന്നിവരും ഇദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നു. LDF സ്ഥാനാർത്ഥികളെല്ലാം തന്നെ ബുധനാഴ്ചയോടെ വരണാധികാരികൾക്ക് മുൻപിൽ പത്രിക നൽകിയിരുന്നു. ജില്ലയിലെ UDF സ്ഥാനാർത്ഥികളാണ് ഇനി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ ബാക്കിയുള്ളത്. ഇതുകൂടി പൂർത്തിയാകുന്നതോടെ പ്രചരണങ്ങളും പാർട്ടികൾ തമ്മിലുള്ള പോരാട്ടവും കൂടുതൽ ശക്തമാകും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.
പൈലറ്റ് നിയമനത്തിൽ എയർ ഇന്ത്യയിൽ കോടികളുടെ അഴിമതി നടക്കുന്നതായി ഓൾ ഇന്ത്യ എയർപോർട്ട് യൂസേഴ്സ് ഫോറം. കഴിവും യോഗ്യതയുമില്ലാത്തവരെ പണം വാങ്ങി പിൻവാതിലിലൂടെ തിരികെ കയറ്റി വിമാനയാത്ര തന്നെ അപകടകരമാക്കി മാറ്റുന്ന രീതിയിലാണ് ക്രമക്കേടുകൾ പുരോഗമിക്കുന്നതെന്നും ഫോറം കുറ്റപ്പെടുത്തി. കോ പൈലറ്റ് നിയമനത്തിൽ ഇപ്പോൾ അനുവദിച്ചിട്ടുള്ള പരീക്ഷാ ഇളവ് അന്താരാഷ്ട്ര വ്യോമയാന നിയമങ്ങളെ മറികടന്നുകൊണ്ടാണെന്ന് ഓൾ ഇന്ത്യ എയർപോർട്ട് യൂസേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് KM ബഷീർ പറഞ്ഞു. 2015 നിലവിലെ പൈലറ്റുമാർക്കിടയിൽ നടത്തിയ അഭിരുചി പരീക്ഷയിൽ 95% പേരും പരാജയപ്പെട്ടു. വിജയിച്ചവർ സൈക്കോമെട്രിക് പരീക്ഷയിലും തോറ്റു. എന്നാൽ ഇവരെ നിയമിക്കാനും കൂടുതൽ ഒഴിവുകൾ സൃഷ്ടിച്ച് മാനദണ്ഡങ്ങൾ മറികടന്ന് നിയമനങ്ങൾ നടത്താനുമാണ് അധികൃതരുടെ ശ്രമമെന്ന് KM ബഷീർ ആരോപിച്ചു. അതിന്റെ അർത്ഥം പരീക്ഷ എഴുതിയ 2015 പരീക്ഷ എഴുതിയ 32 പേരും ഈ പൈലറ്റ് വിമാനം ഓടിക്കാൻ അർഹരല്ല, അവർ പരാജയപ്പെട്ടവരാണ്. അങ്ങനെയുള്ള 32 പേരെ ഇപ്പോൾ മുംബൈയിൽ പരിശീലനം നൽകി ചോദ്യോത്തരങ്ങൾ കൈമാറി വീണ്ടും സൈക്കോമെട്രിക് പരീക്ഷ അതേ ഏജൻസി ചോദ്യവും ഉത്തരവും കൈമാറി മുംബൈയിൽ വെച്ച് പരിശീലനം നടത്തിയ അതേ ഏജൻസി രണ്ടാം ഘട്ട പരീക്ഷ നടത്തുകയും പരാജയപ്പെട്ട എല്ലാവരും വിജയിച്ചിരിക്കുന്ന ഒരു ദുഃഖകരമായ ഏജൻസികളെ ഉപയോഗിച്ചാണ് എയർ ഇന്ത്യ ഈ കള്ളക്കളി നടത്തുന്നതെന്നും എയർ ഇന്ത്യയെ വിശ്വസിച്ച് വിമാനത്തിൽ കയറാൻ കഴിയാത്ത സ്ഥിതിയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചോദിച്ച കാര്യങ്ങളെല്ലാം അംഗീകരിക്കുന്ന സംവിധാനങ്ങൾ നിലനിൽക്കുന്നില്ല എന്നും പേശാനുള്ള ശക്തിയും സംഘടിത പ്രസ്ഥാനവും ഉണ്ടെങ്കിൽ ന്യായമായതൊക്കെ എല്ലാ വിഭാഗത്തിനും ലഭിക്കുമെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു പറശ്ശേരി പറഞ്ഞു. KMCSU കോഴിക്കോട് വയനാട് സംയുക്ത ജില്ലാ വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരള മുനിസിപ്പൽ ആൻഡ് കോർപ്പറേഷൻ സ്റ്റാഫ് യൂണിയൻ കോഴിക്കോട് വയനാട് ജില്ലകളുടെ 37ാം വാർഷിക സമ്മേളനം സംഘടിപ്പിച്ചു. നളന്ദ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു പറശ്ശേരി ഉദ്ഘാടനം ചെയ്തു. ചോദിച്ച കാര്യങ്ങളെല്ലാം അംഗീകരിക്കുന്ന സംവിധാനങ്ങൾ നിലനിൽക്കുന്നില്ല എന്നും പേശാനുള്ള ശക്തിയും സംഘടിത പ്രസ്ഥാനവും ഉണ്ടെങ്കിൽ ന്യായമായതൊക്കെ എല്ലാ വിഭാഗത്തിനും ലഭിക്കുമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു. ഒഴുക്കിനെതിരെ നീന്തിയാണ് നാം എന്തെങ്കിലും നേടിയിട്ടുണ്ടെങ്കിൽ നേടിയതത്രയും ഒഴുക്കിന് അനുകൂലമായി നിന്നുകൊടുത്തിട്ടല്ല. ചോദിച്ച കാര്യങ്ങളെല്ലാം അംഗീകരിക്കുന്ന സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിലില്ല. വിലപേശാനുള്ള ശക്തിയും സംഘടിത പ്രസ്ഥാനവും ഉണ്ടെങ്കിൽ മാത്രമേ വിവിധ മേഖലയിലെ അവകാശങ്ങൾ ന്യായമായതൊക്കെ എല്ലാ വിഭാഗത്തിനും അനുവദിച്ചു കിട്ടുകയുള്ളൂ എന്നതും ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. KMCSU ജില്ലാ പ്രസിഡന്റ് M ജ്ഞാനപ്രകാശ് അധ്യക്ഷനായ ചടങ്ങിൽ ജില്ലാ ജോയിന്റ് സെക്രട്ടറി E ബാബു രക്തസാക്ഷി പ്രമേയവും അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. M മുരളീധരൻ, V സുരേഷ് കുമാർ, N സിന്ധു, ഹസീന ബീഗം, A സത്യബാബു തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. I need is you by my side, so shine forever, world's fine as gold. You will never be far, like stars on the night sky, raining deep in my heart. Chemanur. Bobby Chemanur International Jewelers. ഹലോ, ഒരു ചെറിയ ഷോപ്പിംഗ് ചെയ്യണമായിരുന്നു. ഒരു 4-5 ഡ്രസ് വാങ്ങിക്കുന്നതാണോടാ ചെറിയ ഷോപ്പിംഗ്? അയ്യോ, ഇതൊന്നും തികയില്ല. തികയും, മിച്ചവും വരും. നീ കല്യാൺ സിൽക്സിലോട്ട് പോയി അവരുടെ സ്റ്റാർസ് കളക്ഷൻസ് ട്രൈ ചെയ്യും. സ്റ്റാർസ് കളക്ഷനോ? ദാ നോക്ക്, ഇതാണ് കല്യാൺ സിൽക്സിന്റെ സ്വന്തം പ്രൊഡക്ഷൻ യൂണിറ്റുകളിൽ ഒന്ന്. ഇവിടെ നിന്നാണ് 100% ക്വാളിറ്റിയോടുകൂടി ഇടനിലക്കാരില്ലാതെ സ്റ്റാർസ് കളക്ഷൻസ് നമ്മുടെ കൈകളിലെത്തുന്നത്. കല്യാൺ സിൽക്ക് സ്റ്റാർസ് കളക്ഷൻസ്, മെൻസ് വെയർ, ലേഡീസ് വെയർ, സാരി, കിഡ്സ് എന്നിവയിലെ ഏറ്റവും പുതിയ കളക്ഷനുകൾ. വില 250 രൂപ മുതൽ 2500 രൂപ വരെ. ഹലോ, നീ ഷോപ്പിങ്ങിന് പോയില്ലേ? ഷോപ്പിംഗും കഴിഞ്ഞു, മിച്ചവും വന്നു. അതല്ല സ്റ്റാർസ് കളക്ഷൻസ്, പോക്കറ്റ് മണി കൊണ്ട് ഇനി അടിമുടി മാറാം. കല്യാൺ സിൽക്സ്. സ്പൈസസ് വേൾഡ് എക്സ്പോ 2016 ഇന്ത്യയിൽ ആദ്യമായി ദുബായ് ടണൽ അക്വേറിയം കാണാൻ അസുലഭ അവസരം. കോഴിക്കോട് മിംസ് ആശുപത്രിക്ക് സമീപം KTC ഗ്രൗണ്ടിൽ. ഹൈടെക് അമ്യൂസ്മെന്റ് പാർക്ക്, വ്യാപാരമേള, ഫ്ലവർ ഷോ, ഭക്ഷ്യമേള. സ്പൈസസ് വേൾഡ് എക്സ്പോ 2016 കോഴിക്കോട് മിംസ് ആശുപത്രിക്ക് സമീപം KTC ഗ്രൗണ്ടിൽ.
cultures, one emotion. Malabar Gold and Diamonds. Celebrate the beauty of life. ഈ അവധിക്കാലം ഒരാഘോഷമാക്കാൻ കാലിക്കറ്റ് എക്സ്പോ കോഴിക്കോട് സ്വപ്നനഗരിയിൽ ഏപ്രിൽ 1 മുതൽ എല്ലാ ദിവസവും 4 മണി മുതൽ 9 മണി വരെ വിജ്ഞാനത്തിനും വിനോദത്തിനും പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള അഖിലേന്ത്യാ പ്രദർശനം. കേരളത്തിൽ ആദ്യമായി റോബോട്ടിക് എക്സിബിഷൻ, അത്യാകർഷകമായ പവലിയനുകൾ. ഈ അവധിക്കാലം ആർത്തുല്ലസിക്കാൻ അമ്യൂസ്മെന്റ് പാർക്കുകളും വിവിധതരം റൈഡുകളും കൈത്തറി കരകൗശല പ്രദർശന വിപണനമേള. നാവിൽ കൊതിയൂറും പുത്തൻ രുചിക്കൂട്ടുമായി ഫുഡ് കോർട്ട്, ഒപ്പം ഫ്ലവർ ഷോയും. വരും ഈ സ്വപ്ന നഗരിയിലെ ഉത്സവരാവുകളിൽ നമുക്കും പങ്കുചേരാം. വാർത്തകൾ തുടരുന്നു. കേരള തയ്യൽ തൊഴിലാളി സംഘം BMSന്റെ ജില്ലാ വാർഷിക പ്രതിനിധി സമ്മേളനം നടന്ന ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു. BMS സംസ്ഥാന വൈസ് പ്രസിഡന്റ് V രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കേരള തയ്യൽ തൊഴിലാളി സംഘം BMSന്റെ 14ാം ജില്ലാ വാർഷിക പ്രതിനിധി സമ്മേളനം സംഘടിപ്പിച്ചു. നളന്ദ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി BMS സംസ്ഥാന വൈസ് പ്രസിഡന്റും ESI കേന്ദ്ര ബോർഡ് മെമ്പറുമായ V രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. 57 വർഷക്കാലം ഈ രാജ്യത്ത് ഭരിച്ച കോൺഗ്രസുകാർ 57 വർഷക്കാലം ഭരിച്ച എന്നിട്ടും ദാരിദ്ര്യരേഖ ഞങ്ങൾ സൗജന്യമായി കൈകൊടുത്ത് പ്രഖ്യാപിക്കുന്നു. സൗജന്യമായി വരുമാനമല്ല. ആ രീതിയിൽ രാജ്യത്തെ സ്ത്രീകൾ മുന്നോട്ട് പോകുമ്പോൾ വലിയ മാറ്റത്തിന് മുന്നോട്ട് വെച്ചുകൊണ്ട് രാജ്യത്തെ എല്ലാ വിഭാഗം ആളുകൾക്കും മാന്യമായി ജീവിക്കാനുള്ള ജീവിത സാഹചര്യം ഉണ്ടാക്കാനുള്ള അതിതീവ്രമായ നടപടിയുമായിട്ടാണ് കേന്ദ്ര സർക്കാർ നരേന്ദ്രമോദി സർക്കാർ മുന്നോട്ട് പോകുന്നത്. തയ്യൽ തൊഴിലാളി സംഘം ജില്ലാ പ്രസിഡന്റ് E ദിവാകരൻ അധ്യക്ഷനായ ചടങ്ങിൽ V ചന്ദ്രൻ, OK ധർമ്മരാജ്, റീന സഹദേവൻ, P പരമേശ്വരൻ, K ജഗത്, ദേവു ഉണ്ണി, KK പ്രേമൻ, TK പത്മിനി, K ഗീത, T രഞ്ജിനി, VP മിനി തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വിനോദയാത്രികർക്കായി UAE എക്സ്ചേഞ്ച് സമ്മർ ടൂർ പാക്കേജ് സംഘടിപ്പിക്കുന്നു. ബാങ്കോക്ക്, പട്ടായ എന്നിവിടങ്ങളിലേക്ക് സ്പെഷ്യൽ ഓഫറോട് കൂടിയ പാക്കേജാണ് കമ്പനി അവതരിപ്പിക്കുന്നത്. രാജ്യത്തെ പ്രമുഖ വിമാനത്താവളങ്ങളിൽ നിന്ന് ബാങ്കോക്കിലേക്കും പട്ടായയിലേക്കുമുള്ള പാക്കേജാണ് UAE എക്സ്ചേഞ്ച് പുതുതായി അവതരിപ്പിച്ചത്. കൊച്ചി, ചെന്നൈ, മുംബൈ, ഡൽഹി, കൊൽക്കത്ത, ഹൈദരാബാദ് എന്നിവിടങ്ങളിൽ നിന്ന് ബാങ്കോക്കിലേക്ക് പറക്കാം. 4 ദിവസത്തെ പാക്കേജിന് കൊച്ചിയിൽ നിന്ന് 28,700 രൂപയാണ് നിരക്ക്. മറ്റു വിമാനത്താവളങ്ങളിൽ നിന്നുള്ള യാത്രയ്ക്ക് നിരക്കിൽ വ്യത്യാസമുണ്ടെന്നും UAE എക്സ്ചേഞ്ച് അധികൃതർ അറിയിച്ചു. ഏകദേശം 10-14 വർഷത്തോളമായി UAE എക്സ്ചേഞ്ച് ട്രാവൽ ഡിവിഷനും കൂടെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരുപാട് പാക്കേജ് നമ്മൾ ചെയ്യുന്നുണ്ട്. ഇതൊരു എക്സ്ക്ലൂസീവ് പാക്കേജാണ് ഇപ്പോൾ നമ്മൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ആ പാക്കേജിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ വളരെ കുറഞ്ഞ ആളുകൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ളൊരു ഫെയറാണ് നമ്മളിതിൽ കൊടുത്തിരിക്കുന്നത്. കൊച്ചിയിൽ നിന്ന് ഡെസ്റ്റിനേഷൻ കൊച്ചി എടുക്കുകയാണെങ്കിൽ 28,700 ആണ്. 6th ജൂണിനാണ് നെക്സ്റ്റ് പാക്കേജ് ഡേറ്റ്. വിമാന ടിക്കറ്റ്, വിസ, താമസം, ട്രാവൽ കാർഡ്, ട്രാവൽ ഗൈഡ് തുടങ്ങിയവ അടങ്ങിയതാണ് പാക്കേജ്. ജൂൺ 30 വരെയാണ് പാക്കേജ് ഉണ്ടായിരിക്കുക എന്നും അവർ അറിയിച്ചു. ലക്ഷദ്വീപിലേക്ക് കടത്താൻ ശ്രമിച്ച 1600 ലിറ്റർ ഡീസൽ തീരദേശ പോലീസ് പിടികൂടി. ലക്ഷദ്വീപ് സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ളതാണ് ഡീസൽ കടത്താൻ ശ്രമിച്ച ബോട്ട്. ഡീസലും ബോട്ടും മറൈൻ എൻഫോഴ്സ്മെന്റിന് കൈമാറി. കഴിഞ്ഞ രാത്രി നടത്തിയ കടൽ പരിശോധനയിലാണ് ആന്ത്രോത്ത് ദ്വീപിൽ രജിസ്റ്റർ ചെയ്ത റബ്സി ബോട്ട് 8 ബാരൽ ഡീസലുമായി കസ്റ്റഡിയിലെടുത്തത്. ഇവ രാത്രി തന്നെ ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റിന് കൈമാറി. കഴിഞ്ഞ 20-ന് ലക്ഷദ്വീപിൽ നിന്ന് മത്സ്യബന്ധനത്തിന് പുറപ്പെട്ട ബോട്ട് 25-നാണ് ബേപ്പൂർ ഹാർബറിൽ എത്തിയത്. മത്സ്യം വിറ്റ് മടങ്ങുന്നതിനിടെ ബോട്ടിൽ കരുതിയിരുന്ന ബാരലുകളിൽ ഡീസൽ വാങ്ങി സൂക്ഷിക്കുകയായിരുന്നു. ഹാർബറിലെ ബങ്കിൽ നിന്നും ശേഖരിച്ച ഇന്ധനവുമായി അർദ്ധരാത്രി തിരിച്ചു പോകവെ അഴിമുഖത്ത് പരിശോധനയിലുണ്ടായിരുന്ന കോസ്റ്റൽ പോലീസിന് സംശയം തോന്നി. SI K ശിവാനന്ദന്റെ നേതൃത്വത്തിലുള്ള പോലീസ് പരിശോധിച്ചതിൽ ബോട്ടിൽ ബാരലുകൾ കണ്ടെത്തി. തൊഴിലാളികളെ ചോദ്യം ചെയ്തപ്പോൾ വീപ്പുകളിൽ ഡീസലാണെന്ന് ബോധ്യപ്പെട്ടു. ഉടൻ തന്നെ കസ്റ്റഡിയിലെടുത്ത് ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റിന് കൈമാറുകയായിരുന്നു. മർക്കന്റൈൻ മറൈൻ ഡിപ്പാർട്ട്മെന്റിന്റെ പ്രത്യേക അനുമതിയോടുകൂടി മാത്രമേ ജലയാനങ്ങളിൽ ഇന്ധന നീക്കം പാടുള്ളൂ. അനുമതിയില്ലാതെ ബോട്ടിൽ ഇന്ധനം കടത്താൻ ശ്രമിച്ചത് ഗുരുതരമായ നിയമലംഘനമാണെന്ന് അധികൃതർ പറഞ്ഞു. ലക്ഷദ്വീപിൽ ഡീസലിനുള്ള ക്ഷാമം മുന്നിൽ കണ്ടുകൊണ്ടാണ് ബോട്ടുകാർ ഇവ കടത്തിക്കൊണ്ടുപോകാൻ ശ്രമിച്ചത്. വൻകരയിൽ 51 രൂപ വിലയുള്ള ഡീസൽ ദ്വീപിലെത്തിച്ച് ഇരട്ടിയോളം വിലയ്ക്കാണ് വിൽപ്പന. ബേപ്പൂർ മത്സ്യബന്ധന തുറമുഖം വഴി പകൽ ഡീസൽ കൊണ്ടുപോകുന്നത് സുരക്ഷിതമല്ലെന്ന് കണ്ടാണ് ദ്വീപ് ബോട്ടുകാർ രാത്രി ഇന്ധനം കടത്താൻ ശ്രമിച്ചത്. വരയിലൂടെ തലമുറകളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത കാർട്ടൂണിസ്റ്റായിരുന്നു ടോംസ്. അദ്ദേഹത്തിന്റെ വിടവാങ്ങലോടെ മലയാളിയുടെ മനസ്സിലും മുഖത്തും കാലങ്ങളായി വിരിഞ്ഞ ആക്ഷേപഹാസ്യരസമാണ് ഇല്ലാതായത്. അത്തിക്കളത്തിൽ VT തോമസ്. ഇദ്ദേഹത്തെ മനസ്സിലായില്ലെങ്കിൽ ഈ ചിത്രം കണ്ടാൽ ഇതാരാണെന്ന് ഏതു മലയാളിക്കും വ്യക്തമാകും.
വരച്ച വരയിൽ നിർത്തി തലമുറകളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത ടോംസ് ഇനി മലയാളിയുടെ മനസ്സിലെ ദീപ്തമായ ഓർമ്മ. ബോബനും മോളിയും മലയാളിയുടെ മനസ്സിലും കുടുംബത്തിലും ചേക്കരയിട്ട് 5.5 പതിറ്റാണ്ടിലേറെ കാലം പിന്നിടുമ്പോൾ ഹാസ്യത്തിന്റെ മാന്ത്രിക സ്പർശമുള്ള ബ്രഷിലൂടെ കാർട്ടൂൺ ശാഖയ്ക്ക് പുതിയ മാനം നൽകിയ കലാകാരനായിരുന്നു ടോംസ്. ബോബനും മോളിക്കുമൊപ്പം ഉപ്പായും അപ്പളയും പഞ്ചായത്ത് പ്രസിഡന്റും ചേട്ടത്തിയും അപ്പിഹിപ്പിയുമെല്ലാം മലയാളിയുടെ മനസ്സിൽ ഇന്നും മരിക്കാതെ ജീവിക്കുന്ന കഥാപാത്രങ്ങളാണ്. സാധാരണക്കാരുടെ ജീവിതവും അവന്റെ ചുറ്റുവട്ടവും ആധാരമാക്കി വരച്ച കാർട്ടൂണുകളിൽ ആശയങ്ങളുടെ അനന്തത തേടിയ ടോംസ് മലയാളിയുടെ പ്രിയങ്കരനായി മാറി. ഹൈടെക് യുഗത്തിലൂടെ യാത്ര ചെയ്യുന്ന പുതിയ തലമുറ കാർട്ടൂൺ രംഗത്തേക്ക് കടന്നു വന്നില്ലെങ്കിലും ഇവർക്കും ബോബനും മോളിയും ഒപ്പം ടോംസും പ്രിയപ്പെട്ട കൂട്ടുകാരായിരുന്നു. കാർട്ടൂണിസ്റ്റുകൾക്ക് വേണ്ടത്ര പ്രതിഫലം ലഭിക്കാത്തതാണ് ഈ രംഗത്തേക്ക് പുതിയ തലമുറ കടന്നുവരുവാൻ മടികാട്ടുന്നതെന്ന ആക്ഷേപവും ടോംസിനുണ്ടായിരുന്നു. 1000 പൂർണ്ണചന്ദ്രന്മാരെ കണ്ട നിറവിൽ ജീവിത സായാഹ്നത്തിലും പുതിയ ആശയങ്ങളും ചിന്തകളുമായി ടോംസ് കർമ്മനിരതനായിരുന്നു. അവസാന ശ്വാസം വരെ ചിരിയും ചിന്തയും ചാലിച്ച് വരയ്ക്കണമെന്നും മലയാളിയുടെ മനസ്സിലെയും മുഖത്തെയും മന്ദഹാസം മായാതിരിക്കണമെന്നും മാത്രമായിരുന്നു ടോംസിന്റെ ആഗ്രഹം. ബംഗാളിൽ BJPക്കെതിരെ CPMഉം കോൺഗ്രസും കൈകോർക്കുമ്പോൾ ഇബ്രാഹിം സുലൈമാൻ സേട്ടിന്റെ പ്രവചനമാണ് പുലരുന്നതെന്ന് INL അഖിലേന്ത്യാ സെക്രട്ടറി അഹമ്മദ് ദേവർകോവിൽ. INL സംഘടിപ്പിച്ച ഇബ്രാഹിം സുലൈമാൻ സേട്ട് അനുസ്മരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. INL കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് ഇൻഡോർ സ്റ്റേഡിയം ഹാളിൽ വെച്ച് ഇബ്രാഹിം സുലൈമാൻ സേട്ട് അനുസ്മരണം സംഘടിപ്പിച്ചത്. INL അഖിലേന്ത്യാ സെക്രട്ടറി അഹമ്മദ് ദേവർകോവിൽ ഉദ്ഘാടനം ചെയ്തു. ബംഗാളിൽ BJPക്കെതിരെ CPMഉം കോൺഗ്രസും കൈകോർക്കുമ്പോൾ ഇബ്രാഹിം സുലൈമാൻ സേട്ടിന്റെ പ്രവചനമാണ് പുലരുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. സംഘപരിവാറിനെതിരെ ഇതര മതേതര കക്ഷികൾ ഒന്നിച്ചു നിൽക്കണമെന്ന് വർഷങ്ങൾക്ക് മുൻപ് സേട്ട് പറഞ്ഞത് മുഖവിലിക്കെടുത്തിരുന്നുവെങ്കിൽ കേന്ദ്രത്തിൽ BJP അധികാരത്തിലെത്തുന്ന സ്ഥിതി ഉണ്ടാവുമായിരുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യ രാജ്യം സ്വാതന്ത്ര്യം കൊടുക്കുമ്പോൾ വെച്ച ഒരു പുതിയ അഗ്രിമെന്റ് ഉണ്ടായിരുന്നു. ആ അഗ്രിമെന്റിൽ വളരെ വ്യക്തമായി ബ്രിട്ടീഷ് കോൺസുലർ നമ്മോട് പറഞ്ഞിരുന്നത് ഇന്ത്യ രാജ്യത്ത് അധികാരം കിട്ടും പ്രധാനമന്ത്രി പദത്തിന് ഒരു ഹിന്ദു വരുമ്പോൾ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഒരു ഹിന്ദു സ്ഥാനാർത്ഥി വരുമ്പോൾ സ്വാഭാവികമായും പ്രസിഡന്റ് പദത്തിലേക്ക് ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ പരിഗണിക്കണം. CH ഹമീദ് അധ്യക്ഷം വഹിച്ചു. NK അബ്ദുൽ അസീസ്, കോദൂർ മുഹമ്മദ്, PK സുലൈമാൻ, TT മെഹബൂബ്, ഷംസീർ വാവാട്, T അംറാസ്, കരീം പുതുപ്പാടി, OT ബഷീർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഫെഡറൽ ബാങ്കിൽ നിന്നും ബിസിനസ് അഡ്വൈസർമാരെ പിരിച്ചുവിട്ട നടപടിയിൽ പ്രതിഷേധിച്ച് ബാങ്ക് കോൺട്രാക്ച്വൽ ആൻഡ് കോൺട്രാക്ട് എംപ്ലോയീസ് ഫെഡറേഷൻ നേതൃത്വത്തിൽ ഫെഡറൽ ബാങ്കിന്റെ മുഖ്യ ശാഖയ്ക്ക് മുന്നിൽ കൂട്ടധർണ നടത്തി. ബെഫി മുൻ പ്രസിഡന്റ് AK രമേശ് ഉദ്ഘാടനം ചെയ്തു. ഫെഡറൽ ബാങ്കിൽ നിന്നും 2 ബിസിനസ് അപ്രൈസർമാരെ പിരിച്ചുവിട്ട നടപടിയിൽ പ്രതിഷേധിച്ച് ബാങ്ക് കോൺട്രാക്ച്വൽ ആൻഡ് കോൺട്രാക്ട് എംപ്ലോയീസ് ഫെഡറേഷന്റെ ആഭിമുഖ്യത്തിൽ ധർണാ സമരം നടത്തി. മാവൂർ റോഡിലെ ഫെഡറൽ ബാങ്കിന്റെ പ്രധാന ശാഖയ്ക്ക് മുൻപിൽ നടന്ന പ്രതിഷേധ യോഗം ബെഫി മുൻ പ്രസിഡന്റ് AK രമേശ് ഉദ്ഘാടനം ചെയ്തു. K അജയൻ മുഖ്യപ്രഭാഷണം നടത്തി. അതിനെ എല്ലാ അർത്ഥത്തിലും പ്രതിരോധിക്കുവാനും കഴിയുന്ന ഒരു സാമൂഹ്യ സാഹചര്യം കേരളത്തിൽ നിന്ന് പോയിട്ടുണ്ട് എന്ന് കരുതുന്ന മാനേജ്മെന്റ് ഈ ഫെഡറൽ ബാങ്ക് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇന്നിപ്പോൾ കോഴിക്കോടും നിലമ്പൂരും 2 പേരെ പറഞ്ഞു വിട്ടുകൊണ്ട് ഇതാ ഞങ്ങളുടേതായ ഒരു അജണ്ട നടപ്പാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. PP ഷെറീജ, OP രാജേഷ് എന്നീ ബിസിനസ് അഡ്വൈസർമാരെയാണ് പിരിച്ചുവിട്ടത്. D ശിവദാസൻ, M മുരളീധരൻ, RV അബ്ദുള്ള, D രാജീവൻ, മീന N നായർ, ദേവദാസൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ മറ്റൊരു ഇടവേള കൂടി. I need is you by my side, so shine forever, world's fine as gold. You will never be far, like stars on the night sky, raining deep in my heart. Chemanur. Bobby Chemanur International Jewelers. സ്പൈസസ് വേൾഡ് എക്സ്പോ 2016 ഇന്ത്യയിൽ ആദ്യമായി ദുബായ് ടണൽ അക്വേറിയം കാണാൻ അസുലഭ അവസരം. കോഴിക്കോട് മിംസ് ആശുപത്രിക്ക് സമീപം KTC ഗ്രൗണ്ടിൽ. ഹൈടെക് അമ്യൂസ്മെന്റ് പാർക്ക്, വ്യാപാരമേള, ഫ്ലവർ ഷോ, ഭക്ഷ്യമേള. സ്പൈസസ് വേൾഡ് എക്സ്പോ 2016 കോഴിക്കോട് മിംസ് ആശുപത്രിക്ക് സമീപം KTC ഗ്രൗണ്ടിൽ. വാർത്തകൾ തുടരുന്നു.
കോംട്രസ്റ്റ് ചാരിറ്റബിൾ ട്രസ്റ്റ് കണ്ണാശുപത്രിയുടെ സ്ഥാപകനും ചെയർമാനുമായ KKS നമ്പ്യാർ നവതിയുടെ നിറവിൽ. പിറന്നാളിന്റെ ഭാഗമായി തൊഴിലാളി ദിനത്തിൽ സൗജന്യ കണ്ണട വിതരണ ക്യാമ്പ് സംഘടിപ്പിക്കുമെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. 90ാം പിറന്നാൾ ആഘോഷിക്കാനൊരുങ്ങുകയാണ് കോംട്രസ്റ്റ് ചാരിറ്റബിൾ ട്രസ്റ്റ് കണ്ണാശുപത്രിയുടെ സ്ഥാപകനും ചെയർമാനുമായ KKS നമ്പ്യാർ. നവതി ആഘോഷങ്ങളുടെ ഭാഗമായി ലോക തൊഴിലാളി ദിനമായ മെയ് 1 കോംട്രസ്റ്റ് കണ്ണാശുപത്രിയിൽ സൗജന്യ കണ്ണട വിതരണ ക്യാമ്പ് സംഘടിപ്പിക്കുമെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. തിമിര ശസ്ത്രക്രിയ ആവശ്യമുള്ളവർക്ക് സൗജന്യമായി ശസ്ത്രക്രിയ നടത്തും. രാവിലെ 8 മുതൽ ഉച്ചയ്ക്ക് 12 വരെയാണ് ക്യാമ്പെന്നും അവർ അറിയിച്ചു. അദ്ദേഹത്തിന് ഈ വരുന്ന മെയ് 7-ാം തീയതി 90 വയസ്സ് തികയാണ്. ഇപ്പോഴും വളരെ ആക്റ്റീവായിട്ട് ഹോസ്പിറ്റലിൽ അദ്ദേഹം ചെയർമാനായി പ്രവർത്തിച്ചു വരുന്നു. അതുപോലെ കോംട്രസ്റ്റ് ഐ കെയർ സൊസൈറ്റി എന്നൊരു സൊസൈറ്റി ഇതിൻ്റെ ചാരിറ്റബിൾ വർക്ക് ഏറ്റെടുത്ത് ചെയ്യുന്നത് അതിൻ്റെയും ചെയർമാൻ ശ്രീ KKS നമ്പ്യാരാണ്. മാനേജിംഗ് ട്രസ്റ്റി MG ഗോപിനാഥ്, KT രഘുനാഥ്, KVM അഷ്റഫ്, TO രാമചന്ദ്രൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മേടച്ചൂടിൽ ഇളം തെന്നലായി ഗസൽ ശീലുകൾ പെയ്തിറങ്ങി. കാലിക്കറ്റ് കലാമന്ദിറിന്റെ നേതൃത്വത്തിൽ ടൗൺ ഹാളിലാണ് ഉസ്താദ് പണ്ഡിറ്റ് വിജയ് സുർസന്റെ ഗസൽ കച്ചേരി അരങ്ങേറിയത്. CDA ചെയർമാൻ NC അബൂബക്കർ ഗസൽ രാവ് ഉദ്ഘാടനം ചെയ്തു. കാലിക്കറ്റ് കലാമന്ദിറിന്റെ ആഭിമുഖ്യത്തിൽ ഉസ്താദ് പണ്ഡിറ്റ് വിജയ് സുർസന്റെ ഗസൽ കച്ചേരി നടന്നു. ജഗ്ദീഷ് സിംഗിന്റെയും മെഹദി ഹസന്റെയും ഗുലാമലിയുടെയും പാടിപതിഞ്ഞ ഗസലുകളുമായാണ് ഉസ്താദ് പണ്ഡിറ്റ് വിജയ് സുർസൻ അരങ്ങ് കൊഴിപ്പിച്ചത്. പണ്ഡിറ്റ് രമേശ് നാരായണന്റെ പ്രഥമ ശിഷ്യനാണ് ഉസ്താദ് പണ്ഡിറ്റ് വിജയ് സുർസൻ. ജഗ്ദീഷ് സിംഗിന്റെ പ്രശസ്തമായ തുംകോ ദേഖാത്തോ യേ ഗയാം ആയ എന്ന് തുടങ്ങുന്ന ഗസലോടുകൂടിയാണ് വിജയ് സുർസൻ ഗസൽ കച്ചേരി ആരംഭിച്ചത്. ഷാജി ഗംഗാധരൻ തബലയിലും ഉസ്മാൻ ഹാർമോണിയത്തിലും അനിരുദ്ധൻ ഗിത്താറിലും ഗണേശൻ ഋത്തൻപാടിലും ഗസൽ കച്ചേരിക്ക് അകമ്പടി സേവിച്ചു. പണ്ഡിറ്റ് വിജയ് സുർസൻ ഗസൽ കച്ചേരിക്ക് ശേഷം കാലിക്കറ്റ് കലാമന്ദിറിന്റെ പ്രവർത്തകരായ ഫിറോസ്, ഹിബ, ആസിഫ് കോഴിക്കോട്, VDS കോയ, ഷാഫി മുഖ്താർ, EV ഉമ്മർ, റൌഫ്, മെഹറൂഫ്, കോയ പ്ലാറ്റിനം, അഹമ്മദ് കോയ എന്നിവരും വിവിധ ഗാനങ്ങൾ ആലപിച്ചു. കാലിക്കറ്റ് കലാമന്ദിർ പ്രസിഡന്റ് MP മൊയ്തീൻ കോയ അധ്യക്ഷം വഹിച്ച ചടങ്ങിൽ CDA ചെയർമാൻ NC അബൂബക്കർ ഉദ്ഘാടനം ചെയ്തു. ജനറൽ സെക്രട്ടറി V മുഹമ്മദ് അലി സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പ്രതീക്ഷ കൈവിടാതെ അർബുദ രോഗികളുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന പ്രതീക്ഷ പോസ്ട്രേറ്റ് കാൻസർ നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. നടൻ നാരായണൻ നായർ ഉദ്ഘാടനം ചെയ്തു. നിരവധി പേർ സൗജന്യ ക്യാമ്പിൽ പങ്കെടുത്തു. ക്യാൻസർ ബാധിതരുടെ ആശ്രയ കേന്ദ്രമായ പ്രതീക്ഷ പോലെ തന്നെ രോഗത്തിൽ വിജയം കണ്ട ആളുകളുടെ കൂട്ടായ്മ കൂടിയാണ്. ക്യാൻസർ രോഗവിദഗ്ധനായ ഡോക്ടർ നാരായണൻകുട്ടി വാര്യരും ചികിത്സയിൽ രോഗവിമുക്തി നേടിയവരും ചേർന്നാണ് പ്രതീക്ഷയെന്ന ഈ കൂട്ടായ്മയ്ക്ക് രൂപം നൽകിയത്. 13 വർഷം പിന്നിട്ടപ്പോഴും വിജയത്തിന്റെ തുടർക്കഥകളാണ് ഇവിടെ പിറന്നത്. ഓരോ വർഷവും ക്യാൻസർ ബോധവൽക്കരണ ക്ലാസുകളും നിർണയ ക്യാമ്പുകളും നടത്തിവന്നു. അത്തരത്തിൽ പുരുഷന്മാർക്കായി സൗജന്യ പ്രോസ്റ്റേറ്റ് ക്യാൻസർ നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. നടൻ കോഴിക്കോട് നാരായണൻ നായരാണ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തത്. 50 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്കാണ് പ്രോസ്റ്റേറ്റ് ക്യാൻസർ കണ്ടുവരുന്നതെന്നും പ്രോസ്റ്റേറ്റ് സ്പെസിഫിക് ആന്റിജൻ എന്ന 500 രൂപയോളം ചിലവ് വരുന്ന ടെസ്റ്റാണ് ക്യാമ്പിൽ സൗജന്യമായി നടത്തിയതെന്നും ഡോക്ടർ നാരായണൻകുട്ടി വാര്യർ പറഞ്ഞു. തുടർന്ന് ക്യാൻസർ സാധ്യതകളെക്കുറിച്ച് ഡോക്ടർ ക്ലാസ് എടുത്തു. പ്രതീക്ഷ പ്രസിഡന്റ് അശോകൻ ആലപ്രത്ത് അധ്യക്ഷനായ ചടങ്ങിൽ പ്രതീക്ഷ മുൻ പ്രസിഡന്റ് ശ്രീധരൻ മലാപ്പറമ്പ്, ബീരാൻ, ഷാജഹാൻ നടുവട്ടം, ബാരീജ് എടവണ്ണപ്പാറ, ശ്യാമള സിസ്റ്റർ തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. MES കോഴിക്കോട് താലൂക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ SSLC+2 വിദ്യാർത്ഥികൾക്കായി കരിയർ ഗൈഡൻസ് ക്ലാസ് സംഘടിപ്പിച്ചു. കോഴിക്കോട് നോർത്ത് അസിസ്റ്റന്റ് കമ്മീഷണർ K അഷ്റഫ് ക്ലാസ് ഉദ്ഘാടനം ചെയ്തു. പരീക്ഷകളെല്ലാം കഴിഞ്ഞ് ഉപരിപഠനത്തിനി എന്തു തിരഞ്ഞെടുക്കണം എന്ന ആശങ്കയിലാണ് കുട്ടികളെല്ലാം. ഇതിനൊരു പരിഹാരമാണ് വിവിധ കോഴ്സുകളും സാധ്യതകളും പരിചയപ്പെടുത്തി MES കോഴിക്കോട് താലൂക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ SSLC+2 കുട്ടികൾക്കായി സംഘടിപ്പിച്ച കരിയർ ഗൈഡൻസ് ക്ലാസ്. MES വനിതാ കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന ക്ലാസ് അസിസ്റ്റന്റ് കമ്മീഷണർ K അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. 100ഓളം കുട്ടികളാണ് ക്ലാസ്സിൽ പങ്കെടുത്തത്. കരിയറിസ്റ്റ് നൌഷാദ് അരിക്കോടാണ് ക്ലാസുകൾ നയിച്ചത്. ഡിസാസ്റ്റർ മാനേജ്മെന്റ് കമ്പനികളുണ്ട്. ഇത്തരം ദുരന്തങ്ങളിൽ നിന്ന് ഇതിനെ പിക്ക് ചെയ്ത് സുരക്ഷിതമാക്കി വെക്കുക. അവിടെ ദുരന്ത നിവാരണത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുക. ഡിസാസ്റ്റർ മാനേജ്മെന്റ്. അതേപോലെ തന്നെ അർബൻ പ്ലാനിംഗ് മാനേജ്മെന്റ്. അർബനൈസേഷന്റെ കാലഘട്ടം. ഇന്ന് ഗ്രാമങ്ങളില്ല,
സൗകര്യങ്ങളെല്ലാം ഗ്രാമങ്ങളിലേക്ക് അങ്ങോട്ട് കയറി ചെന്ന് ഗ്രാമങ്ങൾ മുഴുവൻ തന്നെ നഗരവൽക്കരിക്കപ്പെട്ടിരിക്കുകയാണ്. അർബൻ പ്ലാനിങ് ഇന്ന് കോഴിക്കോട് നഗരം വീർപ്പുമുട്ടുന്ന നിങ്ങൾ കണ്ടില്ലേ? ചടങ്ങിൽ MES താലൂക്ക് കമ്മിറ്റി പ്രസിഡന്റ് PM ബഷീർ അധ്യക്ഷം വഹിച്ചു. താലൂക്ക് സെക്രട്ടറി ഹാഷിം, MES ജില്ലാ സെക്രട്ടറി PK അബ്ദുൽ ലത്തീഫ്, സാജിദ് തോപ്പിൽ തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അഖില കേരള വിശ്വകർമ്മ സൊസൈറ്റി UDFന് പിന്തുണ പ്രഖ്യാപിച്ചു. വിശ്വകർമ്മ സമുദായത്തിന്റെ താൽപര്യങ്ങൾ സംരക്ഷിച്ചത് ഉമ്മൻചാണ്ടി സർക്കാരാണെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിശ്വകർമ്മ സൊസൈറ്റി അംഗങ്ങളുടെ വോട്ട് UDF സർക്കാരിനായിരിക്കുമെന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി സുരേഷ് ബാബു കൊയിലാണ്ടി അറിയിച്ചു. വിശ്വകർമ്മ സമുദായത്തിന്റെ താൽപര്യങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ സംരക്ഷിച്ചു വന്നത് ഉമ്മൻചാണ്ടി സർക്കാരാണ്. സമുദായത്തിന്റെ പിന്നാക്കാവസ്ഥ പഠിക്കാൻ ഡോക്ടർ ശങ്കരൻ കമ്മീഷനെ നിയമിച്ചതും പെൻഷൻ നൽകിയതും വിശ്വകർമ്മ ദിനം നിയന്ത്രിത അവധിയായി പ്രഖ്യാപിച്ചതുമൊക്കെ UDF സർക്കാരാണെന്ന് അദ്ദേഹം പറഞ്ഞു. UDF സർക്കാരാണ് വിശ്വകർമ്മരുടെ ഒരുപാട് വർഷത്തെ നിരന്തരമായ ആവശ്യങ്ങൾക്ക് പരിഹാരമുണ്ടാക്കി തന്നത്. ഈ കഴിഞ്ഞ 5 വർഷം കൊണ്ട് ഞങ്ങളുടെ വളരെ കാലത്തെ ഒരാവശ്യമായിരുന്നു വിശ്വകർമ്മരുടെ ആരോഗ്യ, സാമ്പത്തിക, വിദ്യാഭ്യാസ കാര്യങ്ങളെപ്പറ്റി പഠിക്കുവാൻ വേണ്ടി ഒരു കമ്മീഷനെ നിയമിക്കണമെന്ന് പറയുകയുണ്ടായി. ഡോക്ടർ ശങ്കരൻ കമ്മീഷനെ നിയമിച്ചു. ബാലകൃഷ്ണൻ പന്നൂർ, സത്യനാഥ് പന്നിയങ്കര, EP വിജയൻ, അജിത് മാങ്കാവ്, ദേവരാജൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പുരോഗമന കലാസാഹിത്യ സംഘം ഫറോക്ക് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കലാജാഥ സംഘടിപ്പിച്ചു. ബേപ്പൂർ തമ്പി റോഡ് മുക്കിൽ നടന്ന പരിപാടി ജില്ലാ സെക്രട്ടറി VT സുരേഷ് ഉദ്ഘാടനം ചെയ്തു. പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച കലാജാഥയ്ക്ക് നഗരത്തിൽ വൻ സ്വീകരണമാണ് നൽകിയത്. കലയെ സ്നേഹിക്കുന്ന കോഴിക്കോട്ടുകാരാകട്ടെ ഇരുകൈകളും നീട്ടി കലാജാഥയെ വരവേൽക്കുകയും ചെയ്തു. പുരോഗമന കലാസാഹിത്യ സംഘം ഫറോക്ക് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടികൾ. ബേപ്പൂർ തമ്പി റോഡിൽ നടന്ന പരിപാടി ജില്ലാ സെക്രട്ടറി VT സുരേഷ് ഉദ്ഘാടനം ചെയ്തു. കരുവള്ളി ശശി, PP രാമചന്ദ്രൻ മാസ്റ്റർ, E മോഹനൻ മാസ്റ്റർ തുടങ്ങിയവർ പങ്കെടുത്തു. കലാജാഥയോടനുബന്ധിച്ച് തെരുവു നാടകവും സംഘടിപ്പിച്ചിരുന്നു. സാമൂഹ്യ വിഷയത്തിലൂന്നി നടന്ന നാടകം ആസ്വദിക്കാൻ നിരവധി പേരാണ് ഇവിടെ എത്തിയത്. എനിക്ക് മരിക്കുമ്പോൾ 60 വയസ്സില്ല, 59 വയസ്സും 8 മാസം 7 ദിവസം. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ. നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. 96 ഫീൽഡ് റെജിമെന്റ് എക്സ് സർവീസ്മെൻ 5ാം സംസ്ഥാന സമ്മേളനം മെയ് 8 രാവിലെ 10 പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തെ ദി ഗ്രാൻഡ് മലബാർ ഓഡിറ്റോറിയത്തിൽ നടക്കും. സമ്മേളനത്തിന്റെ ഉദ്ഘാടനം MK രാഘവൻ MP നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartagal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പുതുക്കിയ വേതനം നിഷേധിക്കുന്നതിൽ പ്രതിഷേധിച്ച് അംഗൻവാടി ജീവനക്കാർ പ്രക്ഷോഭത്തിൽ. വർദ്ധിപ്പിച്ച വേതനം ലഭിക്കും വരെ ശക്തമായ സമരമെന്ന് STU സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് U പോക്കർ. നാമനിർദ്ദേശ പത്രികാ സമർപ്പണം അവസാന ഘട്ടത്തിൽ. ജില്ലയിൽ ബാക്കിയുള്ളത് UDF സ്ഥാനാർത്ഥികൾ. പൈലറ്റ് നിയമനത്തിൽ കോടികളുടെ അഴിമതിയെന്ന് എയർപോർട്ട് യൂസേഴ്സ് ഫോറം. യാത്രാ സുരക്ഷിതത്വത്തെ ബാധിക്കുന്ന തരത്തിൽ ക്രമക്കേടുകൾ നടക്കുന്നുവെന്നും ആരോപണം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God, Chemanur International Jewelers.